ഹലോ, വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിദ്. കേട്ടറ്റ്, സെറ്റ്, സി-ടെറ്റ്, കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്ക്, നവോദയ വിദ്യാലയങ്ങളിലേക്കൊക്കെയുള്ള ടീച്ചിങ് വാക്കൻസീസിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാര് നമുക്കിടയിലുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും ഒരു ടീച്ചിങ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു കവർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സൈക്കോളജി, പെഡഗോജി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു മാർക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് പറ്റും അല്ലെ. കാരണം അവിടെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് അവിടെ വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ടീച്ചിങ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം, അതിനനുസരിച്ച് ആൻസേഴ്സും റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫാക്ട്സും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ദ ഫാക്ട് ദാറ്റ് ചിൽഡ്രൻ റിക്വയർ കൾച്ചറലി റെലവന്റ് നോളജ് ആൻഡ് സ്കിൽസ് ഈസ് അട്രിബ്യൂട്ടഡ് ടു. അല്ലെ, ഇപ്പോ സി-ടെറ്റ് ആണെങ്കിലും കേട്ടറ്റ് ആണെങ്കിലും ഇപ്പൊ സെറ്റ് ആണെങ്കിലും അതൊരു ക്വാളിഫയിങ് എക്സാം ആണ് അല്ലെ. ആ ഒരു ക്വാളിഫയിങ് എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു ടീച്ചറായിട്ട് കയറാൻ പറ്റുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ആ ഒരു കേട്ടറ്റ്, സി-ടെറ്റ്, സെറ്റ് പോലെയുള്ള കാര്യങ്ങൾ നേടിയെടുത്തത് കൊണ്ട് മാത്രം നമ്മൾ എന്താവില്ല, നമ്മളൊരു ടീച്ചറായിട്ട് മാറില്ല അല്ലെ. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലോട്ട് ഒരു പെർമനന്റ് ജോബ്, അതല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയി, ഒരു ഗവൺമെന്റ് സ്കൂൾ ടീച്ചർ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ ഹാർഡ് വർക്ക് എന്നുള്ള ഒരു കാര്യം അതിനോടൊപ്പം തന്നെ എന്തായിരിക്കണം, നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഏകദേശം കാര്യം കത്തും, പക്ഷെ ഒരു ഇച്ചിരി എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ദ ഫാക്ട് ദാറ്റ് ചിൽഡ്രൻ റിക്വയർ കൾച്ചറലി റെലവന്റ് നോളജ് ആൻഡ് സ്കിൽസ് ഈസ് അട്രിബ്യൂട്ടഡ് ടു. അതായത് ഇവിടെ ഒരു കോൺസെപ്റ്റ് തന്നിട്ടുണ്ട്. ഈ കോൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? കുട്ടികള് കൾച്ചറലി റെലവന്റ് ആയിട്ടുള്ള നോളജും സ്കിൽസും അക്വയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് അവർക്ക് ആവശ്യമുള്ളതാണ് എങ്കിൽ മാത്രമാണ് അവരുടെ ലേണിംഗ് ശരിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ചാൾസ് ഡാർവിൻ, ബി.എഫ്. സ്കിന്നർ, പിയാഷെ, ലെവ് വൈഗോട്സ്കി. ഇവിടെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അല്ലെ. കാരണം ഇവിടെ കൾച്ചറലി റെലവന്റ് നോളജ് ആൻഡ് സ്കിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ടൂൾസ് ആണ് ഒരു കുട്ടിയുടെ ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളത് ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ലെവ് വൈഗോട്സ്കി ആണ് അല്ലെ. സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആണ് വൈഗോട്സ്കി മുന്നോട്ട് വെച്ചിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറി നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ് ഒരു കുട്ടിയുടെ ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ സൊസൈറ്റിയുടെയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കൾച്ചറൽ ടൂൾസിന്റെയും ഹെൽപ്പ് ഇല്ലാതെ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ശരിയായ രീതിയിൽ ലേണിംഗ് നടത്താനായിട്ട് പറ്റില്ല. അപ്പൊ കൾച്ചറൽ ഫാക്ടേഴ്സിനും സോഷ്യൽ ഫാക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ലേണിംഗിൽ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് വൈഗോട്സ്കി ആണ്. അതിനോടൊപ്പം തന്നെ സോഷ്യൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, ഈ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് ലേണിംഗ് ശരിയായ രീതിയിൽ നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് which of the following statements? തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് പ്രോഗ്രസീവ് എഡ്യൂക്കേഷനുമായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ടീച്ചേഴ്സ് ആർ ദ ഒറിജിനേറ്റേഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് അതോറിറ്റി. നോളജ് ഈസ് ജനറേറ്റഡ് ത്രൂ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് കൊളാബറേഷൻ. Learning proceeds in a straight way with factual gathering and skill mastering. Examination is norm referenced and external. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ അല്ലെ? പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത് നമുക്കറിയാം, ഇന്നത്തെ ക്ലാസ് റൂമുകളിലൊക്കെ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതെന്തായിരിക്കും? ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് ആയിരിക്കും പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ നമ്മൾ കാണുന്നത്. അവിടെ ടീച്ചേഴ്സിനേക്കാൾ ഇമ്പോർട്ടൻസ് ആർക്കാണ് വരുന്നത്? കുട്ടികൾക്കാണ് വരുന്നത്. ലേണേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് കൃത്യമായിട്ട് നോളജ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് പറയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഫെസിലിറ്റേറ്ററിന്റെ റോളിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ തന്നിട്ടുള്ളതിൽ ഏതാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. നോളജ് ഈസ് ജനറേറ്റഡ് ത്രൂ
ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് കൊളാബറേഷൻ. കുട്ടികള് നോളജ് ജനറേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസിന്റെയും കൊളാബറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലേണിംഗിന്റെയും ഭാഗമായിട്ടാണ് കുട്ടികൾ നോളജ് ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളുടെ റോൾ എന്താണ്? നോളജ് കൺസ്ട്രക്ഷൻ ആണ് അല്ലെ. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫെസിലിറ്റേറ്റർ ആണ്. നോളജ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ഫെസിലിറ്റേഷൻസ് ആണോ കിട്ടേണ്ടത് അത് ചെയ്യുന്നവരാണ് ടീച്ചേഴ്സ്. അല്ലാതെ ടീച്ചേഴ്സ് തങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഫുള്ള് കുട്ടികൾക്ക് എന്ത് ചെയ്യണ്ട? ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് നോളജ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അവർക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസിന്റെ ബേസിൽ അവർ നോളജ് എന്ത് ചെയ്യുന്നുണ്ട്? ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ചൈൽഡ് സെന്റേർഡ് അപ്രോച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ടീച്ചറുടെ റോള് ഫെസിലിറ്റേറ്റർ എന്നുള്ളതാണ്. കുട്ടികളാണ് നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നവർ. അതിൽ തന്നെ കൊളാബറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലേണിംഗിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസസ്മെന്റ് ഫോർ ലേണിംഗ്. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏത് ഓപ്ഷൻ ആണ്? ഇറ്റ് ഫോസ്റ്റേഴ്സ് മോട്ടിവേഷൻ. ഇറ്റ് ഈസ് ഡൺ ഫോർ ദ പർപ്പസ് ഓഫ് സെഗ്രിഗേഷൻ ആൻഡ് റാങ്കിങ്. എംഫസൈസസ് ദ ഓവറോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രേഡ്സ്. ഈസ് എൻ എക്സ്ക്ലൂസീവ് ആക്ടിവിറ്റി. ഇതില് അസസ്മെന്റ് ഫോർ ലേണിംഗ് അല്ലെ. 3 രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാം? കുട്ടികളെ അസസ് ചെയ്യാം. അസസ്മെന്റ് ഓഫ് ലേണിംഗ് ഉണ്ട്, അസസ്മെന്റ് ഫോർ ലേണിംഗ് ഉണ്ട്, അസസ്മെന്റ് ആസ് ലേണിംഗും ഉണ്ട്. അപ്പൊ ഈ 3 രീതികളിൽ നമുക്ക് അവരെ അസസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ് അല്ലെ. കുട്ടികളുടെ ലേണിംഗ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ നടത്തുന്ന അസസ്മെന്റ് ആണ് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അസസ്മെന്റ് നമ്മൾ നടത്തുന്നത് എപ്പോഴായിരിക്കും? ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് അല്ലെ. ലേണിംഗ് നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? കുട്ടികളെ അസസ് ചെയ്യുന്നു. അതാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഈ അസസ്മെന്റ് ഫോർ ലേണിംഗ് നടത്തുമ്പോഴാണ് നമുക്ക് കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് കിട്ടാതെ പോയിട്ടുള്ളത്, ഏതൊക്കെ കോൺസെപ്റ്റുകളാണ് അവർക്ക് അറിയാതെ പോയിട്ടുള്ളത്, അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതും അതിനനുസരിച്ചുള്ള ഇംപ്രൂവ്മെന്റിനുള്ള ഒരു ചാൻസ് അവർക്കുള്ളതും അസസ്മെന്റ് ഫോർ ലേണിംഗിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ എ ആണ്. ഇറ്റ് ഫോസ്റ്റേഴ്സ് മോട്ടിവേഷൻ അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഞാനൊരു കോൺസെപ്റ്റ് പഠിപ്പിക്കുന്നതിനിടയിൽ ആ കോൺസെപ്റ്റ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ചില ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കാം. അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അവർക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ട്, ക്വിസ് നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ എന്തൊക്കെയാണോ കിട്ടാതെ പോയിട്ടുള്ളത് അത് അവർക്ക് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടും ഉത്തരങ്ങൾ പറയുന്ന കുട്ടികൾക്ക് നമുക്ക് അപ്പൊ തന്നെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കാനും ഒക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അപ്പൊ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളുടെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അവർക്ക് പഠിക്കണം എന്നുള്ള ആ ഒരു മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസസ്മെന്റ് ഫോർ ലേണിംഗ് നടത്തുന്നത്. ഗ്രേഡ് കൊടുക്കാനോ കുട്ടികളെ റാങ്ക് ചെയ്യാനോ അതല്ലെങ്കിൽ ഇതൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് വരുന്നതാണ് സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ്. അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് എക്സാംസിന് കോമൺ ആയിട്ട് കാണുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ആ ഒരു ടോപ്പിക്കിന്റെ ബേസിൽ ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്കൂൾ ബേസ്ഡ് അസസ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റ് ഏതാണ്? ഇറ്റ് ഫോക്കസ് ഓൺ എക്സാം ടെക്നിക്സ് rather than outcomes. Offer less control students over what will be assessed. Improve learning by providing a constructive feedback. Encourage teaching to test as the involve frequent testing. ഇതിലേതാണ് സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ്? സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലേണിങ്ങിനെ അസസ് ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ഏതായിരിക്കും? ഇത് എക്സാം ടെക്നിക്സിനെയാണോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു ലെസ് കൺട്രോൾ ആണോ ഇത് ഓഫർ ചെയ്യുന്നത്, കുട്ടികളുടെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, അതല്ലെങ്കിൽ ടീച്ചിങ് ടെസ്റ്റുകൾ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതായത് ഫ്രീക്വന്റ് ആയിട്ട് ടെസ്റ്റ് നടത്തുക എന്നുള്ളൊരു കോൺസെപ്റ്റിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ് നടത്തുന്നത്? ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ.
ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ലേണിംഗ് ബൈ പ്രൊവൈഡിങ് എ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്തായിരിക്കും, അസസ്മെന്റ് ഫോർ ലേണിംഗ് ആവാനാണ് സാധ്യത. അപ്പൊ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അതെന്താണ്, കുട്ടികൾക്ക് അവിടെ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ ഞാൻ ഒരു കോൺസെപ്റ്റ് പഠിപ്പിച്ചു, അതിന്റെ ബേസിൽ ഞാനൊരു ചെറിയൊരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോഴാണ് ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റിയത്, ചില കോൺസെപ്റ്റുകൾ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. സോ ഞാൻ എന്ത് ചെയ്യണം, അത് ചിലപ്പോൾ ഒന്നും കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവരോട് ഞാൻ പറയേണ്ടി വരും, മക്കളെ നിങ്ങൾ ഇന്നൊരു കോൺസെപ്റ്റ് നന്നായി പഠിക്കണം. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല പോലെ പഠിച്ചിട്ടുണ്ട്, നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് അല്ലെ, ഒരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാനും കുട്ടികളുടെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ് നമ്മൾ മെയിൻ ആയിട്ടും നടത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, students in a class are asked to assemble various artifacts of their work in notebook to demonstrate what they can do for their society. What kind of activity is this? ഇവിടെ ഒരു ആക്ടിവിറ്റി ആണ് തന്നിട്ടുള്ളത് അല്ലെ, ആ ആക്ടിവിറ്റിയുടെ എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇവിടെ കുട്ടികൾ ചെയ്തിട്ടുള്ളത്, കുട്ടികൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വേരിയസ് ആർട്ടിഫാക്ട്സ് നമ്മൾ എന്ത് ചെയ്യാൻ പറയാണ്, അതിനെ ഒന്ന് അസംബിൾ ചെയ്യാനായിട്ട് പറയുന്നു. ഇപ്പോൾ ഒരു അക്കാദമിക് ഇയറിൽ അവർ ഏതൊക്കെ തരത്തിലുള്ള വർക്കുകളാണോ ചെയ്തിട്ടുള്ളത് അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പറയാണ്, അവരോട് അസംബിൾ ചെയ്യാനായിട്ട്, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറയുന്നു. നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ബേസിൽ അതിനെ അസംബിൾ ചെയ്യാനായിട്ട് പറയുക എന്നൊക്കെ പറയുന്നത് ഏത് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ്. എസ്സേ ടൈപ്പ് അസസ്മെന്റ്, അനക്ഡോട്ടൽ റെക്കോർഡ്സ്, പ്രോബ്ലം സോൾവിംഗ് അസസ്മെന്റ്, പോർട്ട്ഫോളിയോ അസസ്മെന്റ്. ഇവിടെ എന്താണ് നടക്കുന്നത്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, നമുക്ക് എപ്പോഴും എക്സാമിന് കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. അതായത് കുട്ടികളുടെ ഭാഗത്ത് നിന്നുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്, ടെക്നിക്സ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതിൽ വരുന്ന ഒരു സംഭവമാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് അല്ലെ. പോർട്ട്ഫോളിയോ അനാലിസിസ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കാദമിക് ഇയറിൽ നമ്മൾ പല തരത്തിലുള്ള ആർട്ടിഫാക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ആസ് എ ലേണർ. ഓക്കെ, അവർ ആൽബം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ചിത്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും, അതേപോലെ തന്നെ പോസ്റ്റേഴ്സ്, കൊളാഗ്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കുട്ടികൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു അക്കാദമിക് ഇയറിൽ അവർ തയ്യാറാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള ആർട്ടിഫാക്ട്സിന്റെ മൊത്തത്തിലുള്ള ഒരു അസസ്മെന്റ്, അതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ അനാലിസിസ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ കുട്ടികൾ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ ആർട്ടിഫാക്ട്സും ഇതിന്റെ കീഴിൽ വരുന്നുണ്ട്, പോർട്ട്ഫോളിയോ അസസ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് സംശയം തോന്നാൻ ചിലപ്പോ സാധ്യതയുള്ളത് അനക്ഡോട്ടൽ റെക്കോർഡാണ് അല്ലെ. എന്താണ് ഈ അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്? അനക്ഡോട്ടൽ റെക്കോർഡും ക്യുമുലേറ്റീവ് റെക്കോർഡും കൂടിയിട്ടാണ് സാധാരണ രീതിയിൽ കുട്ടികൾക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിപ്പോവാം. ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുന്ന റെക്കോർഡാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് അല്ലെ. ക്യുമുലേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു കുട്ടിയുടെ A to Z ഡീറ്റെയിൽസ് എവിടെ ഉണ്ടായിരിക്കും, ക്യുമുലേറ്റീവ് റെക്കോർഡിൽ കാണാൻ പറ്റും. പക്ഷെ അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു ടീച്ചർ തയ്യാറാക്കുന്ന ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള റെക്കോർഡാണ് അനക്ഡോട്ടൽ റെക്കോർഡ്. ക്ലാസ്സിൽ സംഭവിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്, ആ ഇൻസിഡന്റിൽ കുട്ടികൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്, അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ചില പ്രത്യേക ഇൻസിഡൻസ് നമ്മൾ എഴുതി വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു റെക്കോർഡാണ് അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അത് തികച്ചും അൺഒഫീഷ്യൽ ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന റെക്കോർഡാണ്. പക്ഷെ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ റെക്കോർഡാണ്. അവിടെ കുട്ടികളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ചേഞ്ചസും, അത് ചിലപ്പോൾ ഒരു അക്കാദമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നോൺ അക്കാദമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, എല്ലാം നമ്മൾ കൊടുക്കുന്നത് എവിടെയാണ്, ക്യുമുലേറ്റീവ് റെക്കോർഡിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following is the most appropriate method to monitor the progress of children with learning disabilities? ഇവിടെ തന്നിട്ടുള്ള മെത്തേഡ്സില് കുട്ടികളുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഏതാണ്? ഇവിടെ ഒരു കാര്യം കൂടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, പ്രോഗ്രസ് ഓഫ് ദ ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ലെ, LD. ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ റീഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങളായിരിക്കാം, റൈറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ കാൽക്കുലേഷൻസ് മാത്തമാറ്റിക്കൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങളായിരിക്കാം,
അപ്പൊ ഇത്തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാനായിട്ട് ഈ തന്നിട്ടുള്ളതിൽ നമുക്ക് ഏത് മെത്തേഡാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്? കേസ് സ്റ്റഡി, അനക്ഡോട്ടൽ റെക്കോർഡ്, ബിഹേവിയർ റേറ്റിംഗ് സ്കെയിൽ, സ്ട്രക്ചേർഡ് ബിഹേവിയറൽ ഒബ്സർവേഷൻ. ഏതാണ് വേണ്ടത്? ഇവിടെ ലേണിംഗ് ഡിസേബിൾഡ് ആണ് കേട്ടോ, മെന്റലി റിട്ടാർഡഡ് കാറ്റഗറി അല്ല. സാധാരണഗതിയിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇപ്പൊ ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നതും മെന്റലി റിട്ടാർഡഡ് കാറ്റഗറി എന്ന് പറയുന്നതും സെയിം ആയിട്ടാണ് ചില കുട്ടികൾ മനസ്സിലാക്കുക. ഇവിടെ ഒരു കുട്ടി മെന്റലി റിട്ടാർഡഡ് ആണ് അല്ലെങ്കിൽ ഫീബിൾ മൈൻഡഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ അവർ IQ ലെവലിൽ എന്തുണ്ടായിരിക്കും? വലിയ രീതിയിലുള്ള ഒരു കുറവുണ്ടായിരിക്കും അല്ലെ. ഒരു ആവറേജ് സ്റ്റുഡന്റിനെയും അതേപോലെ തന്നെ ഒരു MR ചൈൽഡിനെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവർ IQ ലെവല് വളരെ ലോ ലെവലിലായിരിക്കും. ബിലോ 70 IQ ലെവൽ കാണിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ മെന്റലി റിട്ടാർഡഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരിക്കലും എന്തായിരിക്കില്ല? IQ ലെവല് കുറവായിരിക്കില്ല. അവർക്ക് ഒരു ആവറേജ് ലെവലിലുള്ള IQ ഉണ്ടായിരിക്കും. അവര് സ്ലോ ലേണേഴ്സ് ആയിരിക്കാം. ചിലപ്പോൾ റീഡിംഗ് ഡിസേബിലിറ്റി, അതല്ലെങ്കിൽ റൈറ്റിംഗ് ഡിസേബിലിറ്റി, ഇനി അതും അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസേബിലിറ്റി, അതല്ലെങ്കിൽ ഏതൊരു ഒരു മോട്ടോർ ആക്ടിവിറ്റി ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് മേ ബി അവരെന്തായിട്ട് മാറാം? സ്ലോ ലേണേഴ്സ് ആയിട്ട് മാറാം. അവരെന്തായിട്ട് മാറില്ല? അവര് മെന്റലി റിട്ടാർഡഡ് കാറ്റഗറിയിലോട്ട് പോവില്ല. അപ്പൊ ഈ തന്നിട്ടുള്ളതില് നമുക്ക് അവരെ, അതായത് ഇപ്പൊ ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പ്രോഗ്രസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ബിഹേവിയറൽ ഒബ്സർവേഷൻ ആണ്. സ്ട്രക്ചേർഡ് ബിഹേവിയറൽ ഒബ്സർവേഷൻ. ഇവിടെ കേസ് സ്റ്റഡി കൊടുത്തിട്ടുണ്ട്, അനക്ഡോട്ടൽ റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്, ബിഹേവിയർ റേറ്റിംഗ് സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ തന്നിട്ടുള്ളതിനേക്കാളൊക്കെ ഒന്നും കൂടി നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ശരിയായ രീതിയിൽ അവരിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഒബ്സർവ് ചെയ്യണം അല്ലെ. ചിലപ്പോൾ റീഡിംഗ് ഡിസോർഡർ ആയിരിക്കാം. അപ്പൊ അവര് റീഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മിസ്റ്റേക്സ് അവർക്ക് വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്ക് വിചാരിക്കാൻ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ഒബ്സർവേഷൻ ഉപയോഗിച്ചാൽ മാത്രം പോരെ. പക്ഷെ വെറുതെ ഒരു ഒബ്സർവേഷൻ കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റില്ല? അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന്, അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രസ് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യാം. Next question, which of the following is a process in the social observation learning theory of Bandura? ഇവിടെ കറക്റ്റ് തിയറിയും കൊടുത്തിട്ടുണ്ട്, അതാരുടെ തിയറിയാണെന്നും കൊടുത്തിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? സോഷ്യൽ ഒബ്സർവേഷൻ ലേണിംഗ് തിയറിയില് ബന്ദൂര സോഷ്യൽ ഒബ്സർവേഷൻ ലേണിംഗ് തിയറിയിൽ കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട്, ചില പ്രോസസ്സുകൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോസസ് ഇൻ ദ സോഷ്യൽ ഒബ്സർവേഷൻ ലേണിംഗ് തിയറി ഓഫ് ബന്ദൂര? ഏത് പ്രോസസ് ആണ് ബന്ദൂര തന്റെ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്? റിഫ്ലക്ഷൻ, റിറ്റൻഷൻ, റിപ്പീറ്റേഷൻ, റീകാപ്പിറ്റുലേഷൻ. ഇതിൽ ഏതായിരിക്കും ബന്ദൂര പറഞ്ഞിട്ടുള്ള പ്രോസസ്? ഏതായിരിക്കും? ഇവിടെ സോഷ്യൽ ഒബ്സർവേഷൻ ലേണിംഗ് തിയറി എന്നുള്ളത് ബന്ദൂരയുടെ കോൺസെപ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഒരു മോഡലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ബന്ദൂര പ്രസന്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. മോഡലിംഗ്. കുട്ടികള് ഈ മോഡലിംഗ് ചെയ്യുന്നത് വഴിയാണ് ചില ബിഹേവിയേഴ്സ് പഠിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിലെ അഡൾട്ട്സ്, അതല്ലെങ്കിൽ നമ്മുടെ ചേട്ടന്മാര്, ചേച്ചിമാര്, പാരന്റ്സ്, ഇവരൊക്കെ എന്താണോ ചെയ്യുന്നത് അത് കുട്ടികൾ എന്ത് ചെയ്യുന്നു? അതേപോലെ തന്നെ ഒബ്സർവ് ചെയ്യുന്നു. അതിലിഷ്ടപ്പെട്ട കാര്യങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു? റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നല്ലതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സംഭവമാണ് അവര് ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ റീഇൻഫോഴ്സ് ചെയ്യും, അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കും അല്ലെ. അപ്പോ റീഇൻഫോഴ്സ് ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് എന്ത് ചെയ്യും? വീക്കൻ ചെയ്യപ്പെടും. റീഇൻഫോഴ്സ് കൊടുക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് സ്ട്രെങ്തൻ ചെയ്യപ്പെടും. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് ബന്ദൂര പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തന്നിട്ടുള്ളതിൽ ഏത് പ്രോസസ് ആണ് ബന്ദൂരയുടെ സോഷ്യൽ ഒബ്സർവേഷൻ ലേണിംഗ് തിയറിയിൽ കാണുന്നത്? ഏതാണ്? റിറ്റൻഷൻ അല്ലെ. ഇവിടെ 4 പ്രോസസ്സുകളാണ് മെയിൻ ആയിട്ടും നമ്മുടെ ബന്ദൂര പറഞ്ഞിട്ടുള്ളത്. അറ്റൻഷൻ, റിറ്റൻഷൻ, റീപ്രൊഡക്ഷൻ, മോട്ടിവേഷൻ. ഇങ്ങനെ 4 പ്രോസസ്സുകൾ വഴിയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ചില ബിഹേവിയേഴ്സ് അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അറ്റൻഷൻ, റിറ്റൻഷൻ, റീപ്രൊഡക്ഷൻ, പിന്നെ മോട്ടിവേഷൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്റലിജൻസ് ഈസ് റിക്വയർഡ് ഫോർ ആൻ എയർഫോഴ്സ് പൈലറ്റ്? ഒരു എയർഫോഴ്സ് പൈലറ്റിന് ഉണ്ടായിരിക്കേണ്ട ഇന്റലിജൻസ് അക്കോർഡിംഗ് ടു
മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. ഏതാണ് ഒരു എയർഫോഴ്സ് പൈലറ്റിന് ഉണ്ടായിരിക്കേണ്ട ഒരു ഇന്റലിജൻസ്? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. അപ്പോ നമുക്കറിയാം ഒരു എയർഫോഴ്സ് പൈലറ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ബോഡി മൂവ്മെന്റ്സ് എന്ത് ചെയ്യാനായിട്ട് പറ്റണം? ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. ശരിയായ രീതിയിൽ അതിനെ ആവശ്യമുള്ള സമയത്ത് മൂവ് ചെയ്യിക്കാനും റെഗുലേറ്റ് ചെയ്യിക്കാനും ഒക്കെയുള്ള എബിലിറ്റീസ് ആണ് വേണ്ടത്. സോ ഇവിടെ ഏതാണ് വേണ്ടത്? കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആണ് ഒരു എയർഫോഴ്സ് പൈലറ്റിന് ഉണ്ടായിരിക്കേണ്ട ഇന്റലിജൻസ്. അപ്പോ നമ്മുടെ കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂടെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെയും ഇനി വരാൻ പോകുന്ന കേട്ടറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരുണ്ട്. അപ്പൊ ശരിയായ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യം ടെറ്റ് നിർബന്ധമാണ് അല്ലെ. 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ടെറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധിയൊക്കെ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അധികം താമസിക്കേണ്ട, ഇനി വരുന്ന കേട്ടറ്റ് തന്നെ എന്ത് ചെയ്യുക? നല്ലപോലെ പഠിച്ച് നല്ല രീതിയിൽ അത് ക്വാളിഫൈ ചെയ്യുക. അപ്പോൾ ടീം സൈലം കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 എന്നീ കോഴ്സുകളിലേക്കുള്ള ഒരു അഡ്മിഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എക്സാം വരെയും നമ്മൾ കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടൊരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എങ്ങനെ പഠിക്കണം, അതേപോലെ തന്നെ PYQs കൃത്യമായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. അപ്പൊ PYQs ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്ന കോർ ഏരിയാസ് ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മൾ ക്രാക്ക് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടീം സൈലം ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇനി വരുന്നൊരു കേട്ടറ്റ് നേടിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ വരുന്ന കേട്ടറ്റ് പഠിക്കണം, നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോന്നോളാം. നമ്മൾ ഇവിടെ റെഡിയാണ്. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതേപോലെ തന്നെ നമ്മുടെ മെന്റേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങാം. പുതിയ ചില ടോപ്പിക്സുമായിട്ട് എക്സാം അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.